നമസ്കാരം. ധന്വന്തരി ചാനലിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ വാതവ്യാധിയുടെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് ഡിസീസ് അവബാഹുകം, അതായത് ഫ്രോസൺ ഷോൾഡർ. ഇതും നമ്മുടെ മോസ്റ്റ്ലി ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള പേഷ്യൻസിന് ഇപ്പോൾ കോമൺലി കാണുന്ന ഡിസീസ് കൂടിയാണ്. അതായത് കൈയുടെ തോള് നമുക്ക് പൊക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. സോ ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. സോ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. അംസമൂലസ്ഥിതോ വായു സിര സങ്കോച തത്രഗാഹ ബാഹു സ്പന്ദിതഹരം ജയതി അവബാഹുകം. ഇത് അഷ്ടാംഗഹൃദയയുടെ നിദാനസ്ഥാനം 15th ചാപ്റ്ററിൽ നിന്ന് എടുത്ത റെഫറൻസ് ആണ്. സോ ഈ അഗ്രവേറ്റഡ് ആയിട്ടുള്ള ബാധ ഷോൾഡർ, അതായത് അംസമൂലം, അതായത് ഷോൾഡർ. സോ അവിടുത്തെ സിരാസിനെ ഡ്രൈ അപ്പ് ചെയ്തിട്ട് അവിടുത്തെ മസിൽസിന് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുകയാണ്. സോ ഈ കോൺട്രാക്ഷൻസ് കാരണം അവിടുത്തെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ആവുന്നു ആൻഡ് എക്സസീവ് പെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇതാണ് അവബാഹുകം. സോ അക്കോർഡിംഗ് ടു സുശ്രുത കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അംസദേശസ്ഥിതോ വായു ശോഷയിത്വ അംസബന്ധനം സിര ആകുഞ്ചനയോ തത്രസ്ഥോ ജനയന്തി അവബാഹുകം. സോ കുറച്ചുകൂടി റിലവൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് സുശ്രുതയുടെയാണ്. സോ ബിക്കോസ് സിര ആകുഞ്ച്, അതായത് അതിൻ്റെ മൂവ്മെൻറ്റ്സ്, എക്സ്റ്റൻഷൻ ഓർ ഓഫ് ഫ്ലെക്ഷൻസ്, സോ അങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഡിസീസാണ് അവബാഹുകം. നെക്സ്റ്റ് ഇസ് ദ ചികിത്സ. സോ അക്കോർഡിംഗ് ടു സുശ്രുത അവബാഹോ ഹിതം നസ്യ സ്നേഹശ്ച ഉത്തരഭക്തികഃ. സോ അക്കോർഡിംഗ് ടു അഷ്ടാംഗഹൃദയ ചികിത്സ 21st ചാപ്റ്റർ 44th ശ്ലോക. സോ നസ്യ സ്നേഹപാന ആഫ്റ്റർ ഫുഡ് ഇൻടേക്ക്, ഇതാണ് സ്പെസിഫിക് ആയിട്ടുള്ള അവബാഹുകയുടെ ട്രീറ്റ്മെൻറ്റ്. സോ നെക്സ്റ്റ് ഇസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അഷ്ടാംഗ സംഗ്രഹ. ഇറ്റ് ഇസ് ഉപവാസ. സോ ആമാവസ്ഥയിൽ ഉപവാസയുടെ പ്രസൻസ് വളരെ നല്ലതാണ്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു സുശ്രുത, ഇതിൻ്റെ റെഫറൻസ് എടുത്തിട്ടുള്ളത് സുശ്രുത ചികിത്സാസ്ഥാനം 5th ചാപ്റ്റർ 23rd ശ്ലോകയിൽ നിന്നാണ്. സോ അവബാഹുക എന്ന കണ്ടീഷനിൽ സ്ഥിരാവേദനം വളരെ യൂസ്ഫുള്ളാണ്. സോ ഫോർമുലേഷൻസ് നമ്മൾ പറയുമ്പോൾ വാതവ്യാധിയുടെ കോമൺ ആയിട്ടുള്ള ഫോർമുലേഷൻസ് നമുക്ക് എഴുതാം. ആൻഡ് സ്പെസിഫിക്കലി പ്രസാരണ്യാദി കഷായ ഇസ് ബെസ്റ്റ് ഫോർ അവബാഹുക കണ്ടീഷൻ. നെക്സ്റ്റ് ഡിസീസസ് ഗൃദ്രസി. സോ ഗൃദ്രസി എന്ന പേര് വന്നതിനുള്ള കാരണം, ഗൃദ്രസി എന്ന് സാൻസ്ക്രിറ്റിൽ പറയുന്നത് വൾച്ചറിനെയാണ്. സോ ഈ ആളുകളുടെ ഗെയ്റ്റ്, അതായത് നടക്കുന്ന രീതി, ഒരു വൾച്ചറിൻ്റെ ഗെയ്റ്റാണ് അതിനുള്ളത് എന്നുകൊണ്ടാണ് ഈ പേര് വരാനുള്ള റീസൺ. ആൻഡ് മോഡേൺലി ഈ ഡിസീസിനെ നമ്മൾ സയാറ്റിക്ക എന്നാണ് പറയുന്നത്. സോ സയാറ്റിക്ക മീൻസ് പ്രാക്ടിക്കലി കോമൺലി കാണുന്നത് കൂടുതൽ നേരം ഇരിക്കുന്ന ആളുകളിലാണ്. സോ IT പ്രൊഫഷണൽ, സ്റ്റുഡൻസ്, പിന്നെ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് സയാറ്റിക്ക എന്ന ഡിസീസ് കൂടുതൽ കാണാം. സോ ഇതിനുള്ള റീസൺ നമ്മുടെ ലോങ്ങസ്റ്റ് നെർവ്, ദാറ്റ് ഈസ് സയാറ്റിക് നെർവ്. സോ ഈ നെർവിൻ്റെ കോഴ്സ് L4 to S3 ആണ്. സോ ഈ നെർവിൻ്റെ കംപ്രഷൻ കാരണമാണ്. അപ്പം നേരത്തെ കോമൺ റീസൺസ് പറഞ്ഞിരുന്നു. സോ ലോങ് ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക്, സോ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ നെർവിൻ്റെ കംപ്രഷൻ കാരണം ഈ ഡിസീസ് കൂടുതൽ വരുന്നുണ്ട്. അക്കോർഡിംഗ് ടു ആയുർവേദ, സോ സെയിം തന്നെയാണ് പറയുന്നത്. ഈ സയാറ്റിക്കയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ റേഡിയേറ്റിംഗ് പെയിൻ ആണ്. അതായത് സ്പൈനിൻ്റെ റീജിയനിൽ നിന്ന് കാലിലോട്ട് താഴെ തരിച്ചിറങ്ങുന്ന പോലെ, അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ. ഇതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിംറ്റം. സോ അക്കോർഡിംഗ് ടു ചരക ഓൾസോ, ഹി എക്സ്പ്ലെയിൻഡ് ദി സെയിം സിംറ്റം ഇൻ ഹിസ് വേർഡ്സ്. ദാറ്റ് ഈസ് സ്പിക് പൂർവ കടി പൃഷ്ഠ ഉരു ജാനു ജംഗപദം ക്രമാത് ഗൃദ്രസി സ്തംഭരുക് തോദേഹി ഗൃഹണാദി സ്പന്ദതേ മോഹുഹു. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. അതായത് റേഡിയേറ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ, സ്റ്റിഫ്നെസ്, പ്രിക്കിംഗ് ടൈപ്പ് ഓഫ് പെയിൻ. ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അതായത് സ്പിക് റീജിയനിൽ നിന്ന്, അതായത് ഗ്ലൂട്ടിയൽ റീജിയൻ ഓർ ബട്ടക് റീജിയനിൽ നിന്ന് ലോ ബാക്ക് റീജിയനിലോട്ട് സ്പ്രെഡായിട്ട് തൈസിലോട്ട് വരുന്നു, പിന്നെ നീസിലോട്ട് വരുന്നു, കാഫ്സിലോട്ട് വരുന്നു, ആൻഡ് ഫൈനലി ദ ഫീറ്റ്. അങ്ങനെ ഹോൾ ലെഗിനെയും സ്പ്രെഡ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് പറയുന്ന ലൈൻ ഇതിൻ്റെ ടൈപ്സ് ആണ്. ടൈപ്സ് ഓഫ് ഗൃദ്രസി, ദാറ്റ് ഈസ് വാദാത്ത് ആൻഡ് വാദ കഫാത്ത്. വാദാത്താണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ പെയിനിൻ്റെ എല്ലാ സിംറ്റംസും ഉൾക്കൊണ്ട് ടൈപ്പ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ വാദ കഫാത്ത്. സോ വാദ കഫാത്തിൽ തന്ത്ര, ഗൗരവ, അരോചക എന്നീ സിംറ്റംസും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. സോ ദേ ആർ ഓഫ് 2 types, വാദ ആൻഡ് വാദ കഫ. Next, according to Sushruta, his explanation is Prashni Pratyanga Angulinam tu
കണ്ഡരായ അനിലാർദിത സക്തനഃ ക്ഷേപേ ഗൃഹണീയാത് ഗൃധ്രസി ഇതി ഹി സാ സ്മൃത. When the ligaments of heel and toes are afflicted with vada, so these will affect the movements of the legs. So ഹീൽസിനെയും ടോസിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസായിട്ടാണ് ശുശ്രുത പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ദ സംപ്രാപ്തി. സോ വാതജ ഗൃധ്രസിക്കും വാതകഫജയ്ക്കും സെയിം ടൈപ്പ് ഓഫ് സംപ്രാപ്തിയാണ് ഉള്ളത്. പക്ഷേ ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, അതായത് വാതകഫജയ്ക്ക് ആമയുടെ പ്രസൻസ് ഉണ്ടാകും. സോ ഡ്യൂ ടു മന്ദാഗ്നി ആമ കഫ സഞ്ചയം ഉണ്ടായിട്ട് വാതകഫ പ്രകോപം ഉണ്ടാകും. സോ ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ ഫോർ സംപ്രാപ്തി. നെക്സ്റ്റ് ഇസ് ദ our main thing, that is treatment. So according to Charaka, Andara Kandara Gulfam Sira Basti Agni Karmacha. So ചരക പറഞ്ഞിട്ടുള്ളത് അന്തര കണ്ടര ഗുൽഫം, അതായത് കണ്ടരയുടെയും ഗുൽഫയുടെയും മിഡിലായിട്ട് നമ്മൾ വെനിസെക്ഷൻ, അതായത് സിരാവേദനം ചെയ്യണം. നെക്സ്റ്റ് ബസ്തി ആൻഡ് അഗ്നികർമ്മ, ഇതാണ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ശുശ്രുത explained that Siravedana should be done 4 angular above or 4 angular below the knee joint. So ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് ശുശ്രുത പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ചക്രദത്ത, ഏറണ്ട തൈലപ്രയോഗ along with ഗോമൂത്ര for 1 month. Finally, the important formulations are Rasnadi Gugulu, Sahajradi Kashaya, Maharasnadi Kashaya, Rasona Kalka, Lagu Panjamula Kashaya. So next disease is Kalli. So കല്ലിയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പെയിൻ ആണ്. സോ ദാറ്റ് ഇസ് രുക് ഓർ തോത. സോ കല്ലിയുടെ ഡെഫിനിഷൻ അക്കോർഡിംഗ് ടു ചരക ഇസ് കല്ലി തു പാദജംഗ ഒരു കര മൂല അവമോട്ടനി. ദാറ്റ് ഇസ് ട്വിസ്റ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ മെയിൻലി ഇൻ ഫീറ്റ്, കാഫ് റീജിയൻ, തൈസ്, ഷോൾഡർ. കല്ലി മോസ്റ്റ്ലി ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ അക്കോർഡിംഗ് ടു അഷ്ടാംഗ ഹൃദയ നിദാനസ്ഥാന, കല്ലിയെ വിശ്വാജിയായിട്ടും ഗൃധ്രസിയായിട്ടും റിസംബിളായിട്ട് പറയുന്നുണ്ട്. സോ വിശ്വാജി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. കല്ലി ഈസ് എ ഡിസീസ് വിത്ത് സിവിയർ പെയിൻ. ദാറ്റ് ഇസ് എ ഫീച്ചർ എക്സ്പ്ലെയിൻഡ് ബൈ അഷ്ടാംഗ ഹൃദയ ഇൻ നിദാനസ്ഥാന. നെക്സ്റ്റ് ഇസ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കല്ലി. കല്യാം തു ഉഷ്ണ ഉപനാഹനം പായസൈഹി കൃഷരൈഹി മാംസശസ്തം തൈലഘൃതാൻവിതൈഹി. സോ ചരക ചികിത്സാസ്ഥാനം 28-101 സ്ലോഗനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സോ കല്ലിയുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ്, സോ വാദപ്രകോപമാണ് മെയിൻലി നമ്മൾ ബ്രഹ്മണമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇത് ചെയ്യേണ്ടത്. സോ ഉപനാഹ, ഉഷ്ണ ഉപനാഹ വിത്ത് മിൽക്ക് പുഡിംഗ്, പ്രിപ്പറേഷൻ ഓഫ് റൈസ്, പൾസസ്, മീറ്റ് ആഡഡ് വിത്ത് ഓയിൽ ആൻഡ് ഗീ. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മോസ്റ്റ് ബ്രഹ്മണമായിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ഭാവപ്രകാശ, സ്നിഗ്ധ, ലവണ, സ്വേദന, ഉപനാഹ. സോ ഈ വീഡിയോയുടെ ഫൈനൽ ഡിസീസ് കഞ്ച ആൻഡ് പങ്കു. സോ കഞ്ച ആൻഡ് പങ്കു ഒരു സിമിലർ ഡിസീസാണ്, ലെഗിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ലെയിം ഓർ മുടന്ത് എന്ന് പറയുന്ന ഡിസീസിനെയാണ് കഞ്ച ഓർ പങ്കു എന്ന് പറയുന്നത്. ബട്ട് ഇതിൻ്റെ ഡിഫറൻസ്, Kanja means it is affecting in 1 leg and while Pangu is affecting in 2 legs. So ഈ ഡിസീസിൻ്റെ മാധവ നിദാനയുടെ റെഫറൻസ് ആണുള്ളത്. വായു കട്യാശ്രിതാഹ സക്തന കണ്ഡര മാക്ഷിപ്യേത്യത കഞ്ചസ്തത ഭവേത് ജന്തുഹു പങ്കുഹു സക്തനോർ ദ്വയാർ വദാത്. അതായത് ഈ ലൈൻസിൽ തന്നെയുണ്ട് വാദ വെൻ ഇറ്റ് ഈസ് ലോക്കലൈസ്ഡ് ഓൺ വേസ്റ്റ് റീജിയനിലാണ് വാദ ലോക്കലൈസ് ചെയ്യുന്നതെങ്കിൽ സോ ഇറ്റ് ഇൽ എഫക്റ്റ് ദ ലിഗമെൻറ്റ് ഓഫ് തൈസ്. സോ തൈസിനെ എഫക്റ്റ് ചെയ്തിട്ട് ആ ലെഗ്സിലെ സ്വാധീനം നഷ്ടപ്പെടുത്തും. സോ ഇഫ് ഇറ്റ് ഈസ് 1 leg it is kanja, if it is both leg then it is panku. Chikitsa is according to Bhav Prakasha Upacharet Apinavam Kanjam Pangu Ada Abicha Virega Asthabana Sweta Gugulu Sneha Bastibihi. അതായത് കഞ്ചയ്ക്കും പങ്കുവിനും സെയിം ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. സോ വിരേചന, ആസ്ഥാപന, സ്വേദന, ഗുഗുലു, സ്നേഹബസ്തി. സോ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ കഞ്ചയ്ക്കും പങ്കുവിനും കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു ശുശ്രുത ചികിത്സാസ്ഥാന 5th chapter 23rd ശ്ലോക, it is said that സിരാവേദന is useful for kanja and pangu. വാദവേദിയുടെ സെക്കൻഡ് പാർട്ടാണിത്. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് പാർട്ട്. താങ്ക് യു സോ മച്ച്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു സോ മച്ച്.